അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മറ്റൊരു ഷെയർ ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇത് ആപ്പിളല്ല, AFFLE എന്നാണ് സ്പെല്ലിങ്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് കിട്ടും. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ നോക്കാൻ നേരത്ത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഏതൊരു ഷെയറിൻ്റെയും പല ടൈം ഫ്രെയിമുകളിൽ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പല എൻട്രികൾ നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിതിനകത്ത് നോക്കാൻ പറ്റുന്ന കാര്യം എന്നത് തുടങ്ങിയെന്നൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഓവറോൾ അപ് ട്രെൻഡാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2019 ഓഗസ്റ്റൊക്കെ ഏകദേശം മുതലുള്ളൊരു ചാർട്ടാണിത്. പുറത്തിരുന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ചെറിയ നോയ്സുകളെ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഡെയിലി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് വളരെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു ട്രെൻഡാണെന്നുള്ളൊരു കാര്യം. അപ്പം അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം കാര്യങ്ങൾ എൻട്രി ആയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനൊരു ട്രെൻഡ് ലൈൻ നമ്മളിങ്ങോട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് ഇവിടെ നിന്നിരുന്നു. ഇപ്പോൾ ക്രോസ് ലൈൻ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഏരിയ എങ്ങനെ കളിച്ചാലും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇതാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്ലോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യം, നമ്മളിതൊരു സപ്പോർട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടാണ് നടന്നേക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ഇത്രയും വരച്ചാൽ മതി. അപ്പം നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പം തൊട്ടടുത്തുള്ളൊരു റെസിസ്റ്റൻസ്, ഈ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് അല്ല, നമ്മുടെ ഈ തൊട്ട് മുമ്പുള്ള ഒരു ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഏരിയ നോക്കുമ്പോഴത്തേക്ക് അറിയാം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വോളിയം ഉണ്ട്. പിന്നെ ക്യാൻഡിൽ കുഴപ്പമില്ലാത്ത ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത്. അതിൻ്റെ കൃത്യം കൺഫർമേഷൻ ബ്രേക്ക് ആയോ ഇല്ല എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം നമ്മൾ വരെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3:30 വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. റിസ്ക് എടുക്കാവുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാനാണെങ്കിൽ ചിലപ്പം കണ്ണും പൂട്ടി ചിലപ്പോൾ വാങ്ങിക്കും. അങ്ങനെ കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്നല്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയി നോക്കുക. ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ആകാൻ നേരത്തെ അല്ലെങ്കിൽ താഴെയെന്നോ ചിലപ്പോൾ വാങ്ങിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ താഴേന്ന് വാങ്ങിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രേക്ക് ആയാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസിലോട്ട് വലിയ ദൂരമില്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാം. അപ്പം നമുക്ക് ഡെയിലി എടുത്ത് തന്നെ നോക്കാം. അപ്പം ഇവിടെ നിന്നൊരു ബ്രേക്ക് വന്നായിരുന്നു. അപ്പം റെസിസ്റ്റൻസ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ബ്രേക്കായി വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴോട്ട് ഞാനത് വരച്ച് കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ തന്നെ താഴോട്ട് ഇങ്ങനെ പോകാനുള്ള ചാൻസ് പല ഷെയറുകളിലും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഇവിടുന്ന് വേണമെങ്കിൽ ഒരു എൻട്രി വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് പോലത്തെ ഒരു ഭാഗമാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ സിമ്പിളായിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അതെല്ലാം പോട്ടെ. നമ്മൾ നല്ലൊരു എൻട്രി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറുക. ഒരുപാട് സംശയിച്ചിരിക്കാതെ കയറുക. കാരണം ഒരു ആൻസൈറ്റിയുടെ ആവശ്യമില്ല ഒരു ഷെയറിൽ എൻട്രി എടുക്കുന്നതായിരുന്നു. നമ്മുടെ ഒരു വ്യൂ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ മാർക്കറ്റ് കണ്ടീഷനും എല്ലാം ന്യൂസ് അങ്ങനത്തെ പല കാര്യങ്ങളും ബാധകമാണ്. കാര്യം ഇപ്പോൾ ഒരു ന്യൂസ് നെഗറ്റീവ് വന്നാൽ ചിലപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ചിലപ്പോൾ താഴോട്ട് പോയെന്നിരിക്കും. പിന്നെ ആ ഒരു റെസിസ്റ്റൻസ് അടിച്ചെന്നിരിക്കും. നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നും അതിൻ്റെ ഏറ്റവും ഒരു കാര്യങ്ങൾ നമ്മൾ ചാർട്ട് ബ്രേക്കിംഗ് വീഡിയോസിനകത്തും പിന്നെ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത് സപ്പോർട്ടായിട്ട് മാറുമെന്നും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത് റെസിസ്റ്റൻസ് ആയിട്ട് മാറുമെന്നും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്ക് ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് അല്ലെ ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് മാറിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പല കൺഫർമേഷൻസ് കിട്ടിയാൽ മാത്രം കയറുക. പിന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് റൂട്ടിൽ തന്നെ കയറുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സേവ് ആക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ട്രേഡറിൻ്റെ ഏറ്റവും വലിയൊരു സ്കില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ സേഫ് ആക്കുക, സൈക്കോളജി, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അപ്പം നമുക്ക് ഇത് ഇഷ്ടം വരച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് വരച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല.